ഹലോ ആൾ, മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസ് ഫസ്റ്റ് പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ആക്കാം. ഈ യൂണിറ്റ് ഡിഫറെന്റ് പാർട്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. ഫസ്റ്റ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻസ്, റെപ്രസെന്റേഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. യൂണിറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മെയിൻ ലേണിംഗ് ഔട്ട്കംസും ലെക്ചർ ഔട്ട്ലൈനും ഒന്ന് നോക്കാം. ലേണിംഗ് ഔട്ട്കംസ്: define a set and identify well-defined collections, represent sets using roster and set builder methods, determine relationships between sets, equality, subsets, etc., calculate cardinality and construct the power set, and also classify sets by type and hierarchical relationships. ചാപ്റ്ററിൽ ആദ്യമായി സെറ്റ് എന്ന പുതിയ കോൺസെപ്റ്റ് നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സെറ്റിന്റെ വെൽ ഡിഫൈൻഡ് കളക്ഷൻസ് പ്രോപ്പർട്ടിയും മറ്റു ഫീച്ചേഴ്സും പരിചയപ്പെടുന്നു. സെറ്റിനെ പ്രധാനമായും രണ്ട് മെത്തേഡ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്: റോസ്റ്റർ ആൻഡ് സെറ്റ് ബിൽഡർ മെത്തേഡ്സ്. ഈ മെത്തേഡ്സും അതിന്റെ കൂടുതൽ എക്സാമ്പിൾസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ടോ അതിലധികമോ സെറ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആയ ഈക്വാലിറ്റി, സബ്സെറ്റ്സ്, സൂപ്പർ സെറ്റ്സ് തുടങ്ങിയവ മനസ്സിലാക്കുന്നു. സെറ്റിന്റെ കാർഡിനാലിറ്റി കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ സെറ്റിലെ എലമെന്റ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് കിട്ടാവുന്ന സബ്സെറ്റുകളുടെ കളക്ഷനായ പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി ഇവ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെറ്റുകളുടെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഡിസ്കസ് ചെയ്തതിനു ശേഷം അവ തമ്മിലുള്ള ഹൈറാർക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ധാരണയുണ്ടാക്കുന്നു. ലെക്ചർ ഔട്ട്ലൈൻ: ഇൻട്രൊഡക്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, സെറ്റ്സ്, കോൺസെപ്റ്റ്, മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിംഗ് സെറ്റ്, റിലേഷൻഷിപ്സ്, സബ്സെറ്റ്സ്, പവർ സെറ്റ്, ടൈപ്സ് ഓഫ് സെറ്റ്സ്, ഹൈറാർക്കി ഓഫ് സെറ്റ്സ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് കിട്ടാവുന്ന ലേണിംഗ് ഔട്ട്കംസ്. ക്ലാസ്സസ് കേട്ടതിന് ശേഷം ഈ ലേണിംഗ് ഔട്ട്കംസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് വെരിഫൈ ആക്കാം. നമ്മളിപ്പോ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്സിലെ ഫണ്ടമെന്റൽ ആയ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ജിയോമെട്രി ഒന്ന് ആലോചിച്ച് നോക്കും. ജിയോമെട്രിയിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയി ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു വലിയൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താ? പോയിന്റ് എന്ന് എടുത്തോടെ. പോയിന്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞോടെ. സ്ട്രൈറ്റ് ലൈനിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്ത് ഡിഫറെന്റ് ജോമെട്രിക്കൽ ഷേപ്സ് വരുന്നു, ഫിഗേഴ്സ് വരുന്നു, പോളിഗൺസ് വരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഹോൾ ബ്രാഞ്ച് തന്നെ നമുക്ക് ആ ഒരു വലിയ കോൺസെപ്റ്റിലേക്ക് തന്നെ നമുക്ക് എത്താം. ഇനി നമുക്കറിയാം മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒന്നാണ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇക്വേഷൻസിന് എന്ത് വേണം? ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്ത് കോൺസെപ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്? നമ്പേഴ്സ്. ഇതേപോലെ തന്നെയാണ് മാത്തമാറ്റിക്സിലെ സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ സെറ്റ് എന്താണെന്ന് നോക്കാം. സെറ്റ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് കളക്ഷൻ എന്നുള്ളത്, അല്ലെ? സെറ്റ് ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഐറ്റംസ്. അപ്പോൾ എല്ലാ ജനറലി പറയുന്ന കളക്ഷൻ തന്നെയാണോ സെറ്റ്? മാത്സിലെ സെറ്റ് എന്ന് പറയുന്നത് അല്ല. അവിടെ ഒരു പ്രോപ്പർട്ടി കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സെറ്റ് എന്ന് പറയുമ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. എന്താണ് കളക്ഷനും വെൽ ഡിഫൈൻഡ് കളക്ഷനും തമ്മിലുള്ള വ്യത്യാസം? എന്തൊക്കെ കളക്ഷൻ നമുക്ക് അറിയാം? നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് സ്റ്റുഡൻസ്, അവരുടെ നെയിം അതൊരു കളക്ഷനാണ്. നിങ്ങൾക്ക് ഫേവറേറ്റ് ആയ കുറച്ച് ഫിലിം നെയിംസ് അതൊരു കളക്ഷനാണ്. ഇനി നമ്മൾ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 10 താഴെ അല്ലെങ്കിൽ 1 to 10 ഇൻ ബിറ്റ്വീൻ ഉള്ള 1ന്റെയും 10ന്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ഇൻറ്റീജേഴ്സ് കൺസിഡർ ചെയ്തോടെ, അതൊരു കളക്ഷനാണ്. ഇതെല്ലാം കളക്ഷനാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് തന്നെയാണ് ഫിലിംസ് എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മൂവീസിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി തോന്നിയ കുറച്ച് ഫിലിംസിന്റെ നെയിം ലിസ്റ്റ് ചെയ്യാൻ പറയാണ്. അതൊരു കളക്ഷൻ അല്ലേ? ഇതെല്ലാം കളക്ഷനാണ്. പിന്നെ അതെങ്ങനെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആവുന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു നിങ്ങളോട് ഫേവറേറ്റ് ആയ ഫിലിംസിന്റെ നെയിം ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. നമ്മളെ ക്ലാസ്സിൽ 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഈ 10 പേരോടും ഞാൻ ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഫേവറേറ്റ് എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണ്. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലും അതൊരു ഫേവറേറ്റ് ലിസ്റ്റ് വേറെ ആയിരിക്കും. 10 പേരുടെയും ലിസ്റ്റ് ചിലപ്പോൾ 10 ആയിരിക്കും, 10 ഡിഫറെന്റ് ലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചില നെയിംസ് കോമൺ ആയിട്ട് വരും. ഈ സമയത്ത് അവിടെ ഒരു വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് ആ കളക്ഷൻ എന്താണെന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഓരോരുടെയും കയ്യിലുള്ള ലിസ്റ്റ് എന്താണെന്നുള്ളത് മറ്റൊരാൾക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി വെൽ ഡിഫൈൻഡ് കളക്ഷനായി നമുക്ക്
ഞാൻ നിങ്ങളോട് ഇതേപോലെ ആവശ്യപ്പെടുകയാണ്, ഇന്ത്യയിലെ സ്റ്റേറ്റ്സിന്റെ എല്ലാം നെയിംസ്, ആ കളക്ഷൻ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ 10 പേര് എഴുതിയാലും 20 പേര് എഴുതിയാലും കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് എല്ലായ്പ്പോഴും ഒരേ ലിസ്റ്റ് തന്നെ ആയിരിക്കും. 1 by 1 ആയിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. കാരണം ആ കളക്ഷനിൽ ഏതെല്ലാം എലമെന്റ്സ്, ഏതെല്ലാം മെമ്പേഴ്സ് വരും എന്നുള്ളത് നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് പറയാൻ സാധിക്കുന്നു. അതിൽ ഏതെല്ലാം മെമ്പേഴ്സ് ഇല്ല എന്നുള്ളതും ഏതെല്ലാം മെമ്പേഴ്സ് ഇൻക്ലൂഡ് ആവും എന്നുള്ളതും വളരെ കൃത്യമായി ആർക്കും എപ്പോഴും പറയാൻ പറ്റുന്നു. ഇങ്ങനെ ഒരു കളക്ഷനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ മുൻപിലുള്ള കളക്ഷനിൽ ഉള്ള മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള കുറച്ച് മെമ്പേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന കളക്ഷനിൽ ഇൻക്ലൂഡഡ് ആണോ അല്ലേ എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രിസൈസ് ചെയ്ത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അപ്പൊ ആദ്യം നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്: എ സെറ്റ് is a well-defined collection. It is not just any collection, it is a well-defined collection. ഇനി കളക്ഷൻ ആണ് സെറ്റ്, അല്ലെങ്കിൽ സെറ്റ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ആണ് ആൻഡ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. സെറ്റിലെ ഓരോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എലമെന്റ് എന്നറിയപ്പെടുന്നു. വെൽ ഡിഫൈൻഡ് കളക്ഷനെ സെറ്റ് എന്ന് പറയുന്നു, സെറ്റിലെ മെമ്പേഴ്സിനെ എലമെന്റ് എന്ന് പറയുന്നു. ഇനി ഞാൻ വേറൊരു കളക്ഷൻ ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ പലതരം കളക്ഷൻസ് നമുക്കറിയാം. കളക്ഷൻസിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിട്ട് വരാം, നെയിംസ് ആയിട്ട് വരാം, എന്തോ ലെറ്റേഴ്സ് ആയിട്ട് വരാം, വേർഡ്സ് ആയിട്ട് വരാം, എന്ത് വേണമെച്ചാൽ വരാം. ഇനി ഞാനൊരു കളക്ഷൻ ചോദിക്കുകയാണ്. അസൈൻമെന്റ് എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യേണ്ട വേർഡ് അസൈൻമെന്റ്, ഇംഗ്ലീഷ് വേർഡ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അസൈൻമെന്റിലെ ലെറ്റേഴ്സ് ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം, അല്ലെ? ഈ അസൈൻമെന്റ് എന്ന വേർഡിലെ ലെറ്റേഴ്സിന്റെ കളക്ഷനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, ഈ ഒരു വേർഡിന്റെ സ്പെല്ലിംഗ് അറിഞ്ഞാൽ മതി. ഈ വേർഡിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് അറിയുമെങ്കിൽ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആണ്. ഏത് ആൾ എഴുതി കഴിഞ്ഞാലും ഇതിലെ സ്പെല്ലിംഗ് തന്നെ ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിലെ സ്പെല്ലിങ്ങിന്റെ കളക്ഷൻ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കൂ. എ വരുന്നുണ്ട്, എസ്, എഗൈൻ എസ്, ഐ, ജി, എൻ, എം, ഇ, എൻ, ടി. ഇതാണ് ഈ വേർഡിലെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ വേർഡിലെ ലെറ്റേഴ്സിന്റെ കളക്ഷൻ ഏതാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ എസ് എന്ന് പറയുന്ന ലെറ്റർ, അതുപോലെ തന്നെ എൻ എന്ന് പറയുന്ന ലെറ്റർ എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഈ കളക്ഷനിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കളക്ഷൻ, ദാറ്റ് മീൻസ് സെറ്റ്, ഒരു കളക്ഷനിലല്ല. ഞാനിപ്പോ സെറ്റിനെ കുറിച്ചാണ്, നമ്മൾ കളക്ഷനിൽ നിന്ന് സെറ്റ് എന്ന കോൺസെപ്റ്റിലേക്ക് എത്തി കഴിഞ്ഞു. അപ്പൊ സെറ്റില് ഈ വേർഡിലെ ലെറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയി വരുന്ന, സിമിലർ ആയി വരുന്ന മെമ്പേഴ്സിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും ലെറ്റേഴ്സ് ഇവിടെ റിപ്പീറ്റഡ് ഉണ്ടാവും. എ ഒരു വൺ ടൈമേ ഉള്ളൂ, എസ് 2 ടൈംസ് ഉണ്ട് നമ്മൾ എഴുതി, ഐ, ജി, എൻ 2 ടൈംസ് ഉണ്ട്, എം, ഇ, ടി. അപ്പോ ബാക്കിയുള്ള ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഒഴികെയുള്ള ബാക്കിയുള്ള ലെറ്റേഴ്സ് ആണ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് അസൈൻമെന്റ്. നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്: നോ മെമ്പർ ഈസ് റിട്ടൺ മോർ ദാൻ വൺസ് ഇൻ എ സെറ്റ്. ഒരു സെറ്റില് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ സിമിലർ ആയി വരുന്ന, സെയിം ആയി വരുന്ന ഒരു മെമ്പറും ഒരു നമ്പറും കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. ഇനി നമ്മളെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഏതെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ പേര് ചോദിക്കുകയാണ്, അതൊരു കളക്ഷൻ ആണ്. ഓക്കെ, ഇനി ക്ലാസ്സിൽ ഒരു എക്സാം, നമ്മൾ ഒരു എക്സാം ഇടാണ്. ഔട്ട് ഓഫ് 40 ആണ് മാർക്ക് വരുന്നത്. അതിൽ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള മാർക്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് കളക്ഷൻ, അതായത് ഏതെല്ലാം മാർക്കുകളാണ് കിട്ടുന്നത്, ആ ഒരു മാർക്ക് റേഞ്ച് അറിയാൻ വേണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മാർക്കിന്റെ സെറ്റ് ചോദിക്കുകയാണ്. അപ്പോ 40 കിട്ടിയ കുട്ടികളുണ്ടായിരിക്കും, 38 കിട്ടിയ കുട്ടികളുണ്ടായിരിക്കും, അങ്ങനെ പല മാർക്കുകൾ കിട്ടിയ കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ 40 കിട്ടിയ ഒരു കുട്ടി തന്നെ ഉണ്ടായിക്കൊള്ളുന്നുള്ളൂ. 40 കിട്ടിയ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, 38 കിട്ടിയ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകൾ ഒന്ന് കളക്ട് ചെയ്ത്, മാർക്കുകൾ ഏതെല്ലാം, ഏതെല്ലാം മാർക്ക് കുട്ടികൾ അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു സെറ്റ് ആയിട്ട് എഴുതാൻ പറയുമ്പോൾ നമുക്ക് ഈ റിപ്പീറ്റഡ് ആയ കേസുകൾ എഴുതേണ്ട ആവശ്യമല്ലോ. കുട്ടികൾക്ക് ഏതെല്ലാം മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നേ ചോദിക്കുന്നുള്ളൂ. 40 കിട്ടിയിട്ടുണ്ട്, അത് മെനി സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്, 38 കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. അപ്പൊ അടുത്ത പോയിന്റ് ആണ് ഈ പറയുന്നത്, നോ മെമ്മറീസ് റിട്ടേൺ മോർ ദാൻ വൺസ്. ഇനി പറയുന്നത് സെറ്റ് പറഞ്ഞു, സെറ്റിലെ എലമെന്റ്സ്, മെമ്പേഴ്സിനെ എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഈ സെറ്റിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുള്ളതും അതുപോലെ തന്നെ ഇതിന് യൂസ് ചെയ്യുന്ന കുറച്ച് നൊട്ടേഷൻസും ആണ് നമ്മൾ പറയാൻ പോകുന്നത്.
ഇപ്പൊ ഞാൻ പറഞ്ഞു പലതരം കളക്ഷൻസ് പറഞ്ഞു, കളക്ഷൻസിലെ എലമെന്റ്സ് പറഞ്ഞു. പൊതുവെ ഈ കളക്ഷൻസിന് ഇപ്പൊ ഞാനൊരു പേര് കൊടുത്തില്ല, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് ക്ലാസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഇൻ ദാറ്റ് വേർഡ്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇതിന് തന്നെ ഞാനൊരു നെയിം കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. നമ്മൾ എപ്പോഴും ഒരു നെയിമിങ്ങിന് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പോ എപ്പോഴും കളക്ഷനെ ഡിനോട്ട് സെറ്റ്, സോറി ഞാൻ കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റാണ് ഇനി നമ്മൾ പറയുന്നത്. നമ്മളെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ മാത്രമാണ് ഇനി അങ്ങോട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ സെറ്റിലെ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ സെറ്റിലെ എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും സ്മാൾ ലെറ്റേഴ്സ് കൊണ്ടായിരിക്കും. ഇപ്പൊ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് എന്നുള്ളതിനെ എനിക്ക് വെറുതെ ഒരു നെയിം കൊടുക്കാം, എൽ എൽ ബി എ സെറ്റ് കണ്ടെയ്നിങ് ഇൻക്ലൂഡിങ് ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അസൈൻമെന്റ് എന്ന് പറയാം. ഇങ്ങനെ എല്ലോ എമ്മോ എയോ ബിയോ വാട്ട് എവർ, ബട്ട് ഓൾവേസ് വി യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇനി പറയുന്നത് അതിലെ എലമെന്റ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എലമെന്റ്സിനെ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടായിരിക്കും, എ ബി എൽ എം. ഇനി ഇതിന് വാല്യൂസ് കൊടുക്കാം. എ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ നെയിം ആണെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നെയിംസ് ആയിട്ടാണ് നമ്മൾ കളക്ഷൻ എഴുതുന്നെങ്കിൽ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ഫ്ലവർ, അത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്, വേർഡ്സ് ആയിട്ട് തന്നെ എഴുതുന്നത്. ഫ്ലവർ, പെൻ എല്ലാം നമുക്ക് എഴുതാം. പക്ഷെ യൂസ് ചെയ്യുന്ന അതിന് കൊടുക്കുന്ന ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്മാൾ ലെറ്റേഴ്സ് ആയിരിക്കും. എലമെന്റ്സിന് കൊടുക്കുന്നത്, ഹോൾ സെറ്റിന് കൊടുക്കുന്ന ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഇനി ഇങ്ങനെയാണെങ്കിൽ ഈ എലമെന്റ്സിനെ എഴുതാം, അതൊരു കളക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞോളൂ. ആ കളക്ഷനെ സെറ്റിനെ എഴുതുന്ന ഒരു നൊട്ടേഷൻ കൂടിയുണ്ട്. അതുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയി മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞു എൽ എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഒരു സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ അതിനെ എഴുതുന്നത് ഇങ്ങനെയാണ്, എൽ ഈക്വൽ ടു, ഞാൻ പറഞ്ഞത് എൽ ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് അസൈൻമെന്റ്. അപ്പോ എൽ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേളി ബ്രാക്കറ്റ്, ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും കേളി ബ്രാക്കറ്റ് കൊണ്ടാണ് എൽ. ഇനി ഇതിന്റെ ഉള്ളിലെ എലമെന്റ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇതിന്റെ റെപ്രസെന്റേഷൻ മെത്തേഡുകൾ ഇനി വരുന്നുണ്ട്, നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. പക്ഷെ ഇപ്പൊ ഞാൻ ജനറലി ഒന്ന് പറയാണ്, എൽ ഈക്വൽ ടു ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ആണ്. നമ്മൾ ഓരോ ലെറ്റേഴ്സിന് സ്മാൾ ലെറ്റർ കൊണ്ട് കൊടുക്കുകയാണ്. അസൈൻമെന്റ് എ എസ് ഐ ജി എൻ എം ഇ ടി, കണ്ടോ? കേളി ബ്രാക്കറ്റിനുള്ളിൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. ഇനി ഞാൻ പറയാണ് ഇനിയും റെപ്രസെന്റേഷൻ മെത്തേഡ്സ് ഉണ്ട്, അത് വരുന്നുണ്ട്. അപ്പൊ കേളി ബ്രാക്കറ്റ് ആണ് ഇതിന്റെ പ്രധാന നൊട്ടേഷൻ. ഏത് തരത്തിലെ സെറ്റിനെ എഴുതുകയാണെങ്കിലും ഇനി എഴുതുന്ന രീതികൾ വ്യത്യസ്തമായിട്ട് വരുമെങ്കിൽ കൂടി ഇവിടുത്തെ നൊട്ടേഷൻ എന്ന് പറയുന്നത് കേളി ബ്രാക്കറ്റിനുള്ളിൽ ആയിരിക്കും കൊടുക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു മെമ്പർ എന്ന് പറയുന്നത്, ഇപ്പോ ഈ അസൈൻമെന്റ് എന്നുള്ള വേർഡില് ലെറ്റേഴ്സ് ആണ് പറയുന്നത്. ഇവിടെ ഞാൻ യു എന്നൊരു ലെറ്റർ എടുത്തു. യു എന്നുള്ള ഒരു ലെറ്റർ ഈ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? യു യു ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോ എനിക്ക് ഇങ്ങനെ പറയാം, യു ഇസ് നോട്ട് എ മെമ്പർ ഓഫ് എൽ, അല്ലെങ്കിൽ യു ഡസ് നോട്ട് ബിലോങ് ടു എ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഡസ് നോട്ട് ബിലോങ് എന്ന് പറയും. ഈ ഒരു സിമ്പിൾ ഇട്ടിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു, യു ഡസ് നോട്ട് ബിലോങ് ടു എൽ. നേരെ തിരിച്ച് എ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ എസ് എടുക്കുന്നെങ്കിലോ, എസ് എൽ എന്ന് പറയുന്ന സെറ്റിൽ മെമ്പർ ആണോ? ഓഫ് കോഴ്സ് ആണ്. അപ്പോ എസ് ബിലോങ് ടു അല്ലെങ്കിൽ എസ് ഈസ് എ മെമ്പർ ഓഫ് എൽ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോ എസ് ബിലോങ്സ് ടു എൽ എന്ന് പറയുന്നത് എസ് ഇസ് എ മെമ്പർ ഓഫ് എൽ എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ വായിക്കുമ്പോൾ എസ് ബിലോങ്സ് ടു എ എത്രയേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ യു ഇതിലൊരു മെമ്പർ അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നു, യു ഡസ് നോട്ട് ബിലോങ് ടു എൽ. വായിക്കുന്നത് യു ഡസ് നോട്ട് ബിലോങ് ടു എൽ. ഇതാണ് അപ്പൊ നൊട്ടേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ ഇവിടുന്ന് ഏറ്റവും ബേസിക് ആയ കുറച്ച് കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോഴും എക്സാമ്പിൾ ചെയ്യുമ്പോഴൊക്കെ ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയി പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇത്രയൊക്കെ ശ്രദ്ധിക്കാം. ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ അല്ലാതെ ഒരു സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യരുത്. അതുപോലെ ഉള്ളിലെ മെമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ എപ്പോഴും സ്മാൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുക. കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യാൻ മറക്കരുത്. എലമെന്റ്സ് എഴുതുമ്പോൾ കോമ ഇടാൻ മറക്കരുത്. അപ്പൊ ഇത്രയും നമ്മൾ സെറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി കുറച്ചും കൂടി കടന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വേണ്ടത് സെറ്റിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യും. സെറ്റ് എന്ന് പറഞ്ഞു കേട്ടു. ഇനി ഇങ്ങനെ മാത്രമേ, ഇപ്പൊ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഒരു മെത്തേഡിൽ മാത്രമേ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി,
ഇപ്പൊ നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് സെറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി ഒന്നും കൂടി നിങ്ങൾക്ക് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് ഒന്നും കൂടി അത് എന്താണ് പ്recise ആയി പറഞ്ഞു തരാൻ വേണ്ടിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു നാച്ചുറൽ നമ്പേഴ്സ് തന്നിരിക്കുന്ന ഈ എക്സാമ്പിൾസ് തന്നെ നിങ്ങളൊന്ന് നോക്കുക. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5 നമുക്ക് കറക്റ്റ് അറിയാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 1 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ആൻഡ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എലമെന്റ്സ് നമുക്ക് വളരെ വിവിഡ് ആയിട്ട് അറിയാവുന്നതാണ്. 1 2 3 4 അതൊരു കളക്ഷൻ ആണ്. ഈ കളക്ഷനിൽ 6 ഉണ്ടോ എന്നുള്ളതും 2 ഇല്ലേ എന്നുള്ളതും എല്ലാം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതായത് ഇതിലൊരു മെമ്പർ ഉണ്ടോ എന്നുള്ളതും മറ്റൊരു മെമ്പർ ഇതിൽ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇനി അസൈൻമെന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ്, അതിൽ യു ഉണ്ടോ എന്ന് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെയാ സ്റ്റേറ്റ് എന്നുള്ള. അല്ലാതെ നമുക്ക് വേറൊരു കൺട്രിയിലെ സ്റ്റേറ്റ് തന്നിട്ട് ഇന്ത്യയിലുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇല്ല ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് വെൽ ഡിഫൈൻഡ് സെറ്റ്സ്. അതേസമയം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഗുഡ് ക്രിക്കറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഞാൻ ഇപ്പൊ നേരത്തെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കുള്ള ഫേവറേറ്റ് ഫിലിംസ് എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ അതൊരു വെൽ ഡിഫൈൻഡ് സെറ്റ് അല്ലായിരുന്നു. കാരണം ഗുഡ് ഫേവറേറ്റ് ഫിലിം എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ, പെർസ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു വെൽ ഡിഫൈൻഡ് സെറ്റ് അല്ല. അതേപോലെ തന്നെ ഗുഡ് ക്രിക്കറ്റേഴ്സ് ഇൻ ഇന്ത്യ പറയുമ്പോൾ ആ ഗുഡ് എന്നുള്ള ഒരു സബ്ജക്റ്റീവ് വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഡിപ്പെൻസ് ഓൺ ദി പേഴ്സൺ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് മാറാവുന്ന ഒരു കാര്യമാണ് ഗുഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഓണസ്റ്റ് സ്റ്റുഡൻസ് ഇൻ യൂണിവേഴ്സിറ്റി. വീണ്ടും ഓണസ്റ്റ് എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും ദിസ് ഇസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് സെറ്റ്. നെക്സ്റ്റ് വൺ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഇൻ എ ഗ്ലാസ്. ഒരിക്കലും നമുക്ക് ഡിസ്റ്റിങ്ക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യണ ഒരു പ്രോബ്ലം ഒന്നല്ല. നമുക്ക് ഡ്രോപ്സ് ഓഫ് വാട്ടർ ഇൻ എ ഗ്ലാസ്, ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ബീഡ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് വലിയൊരു ബക്കറ്റ് ഓഫ് വാട്ടറിൽ ബോൾസ് ഇട്ടാലോ നമുക്കത് പിക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഐഡന്റിഫൈ ആൻഡ് പിക്ക് ദം. പക്ഷെ ഒരു ഡ്രോപ്സ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാനോ അത് ഡിസ്റ്റിങ്ക്ട്ലി ഐഡന്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സെറ്റ് ഒരിക്കലും എന്തല്ല വെൽ ഡിഫൈൻഡ് അല്ല. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയണം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ 2026 ജൂലൈ ബാച്ചിൽ BA പ്രോഗ്രാമിന് എൻറോൾ ചെയ്ത ഓൾ സ്റ്റുഡൻസിന്റെ കളക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഓൾ സ്റ്റുഡൻസ് ഹു ആർ ജോയിൻഡ് ഇൻ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഫോർ ദി BA പ്രോഗ്രാം ഇൻ 2026 ജൂലൈ ബാച്ച്. അപ്പൊ ഇവിടെ ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കളക്ഷൻ അല്ലേ അത്. കാരണം ഇങ്ങനത്തെ ഒരു കാര്യമാണ്. ഓഫ് കോഴ്സ് അത് റെക്കോർഡിക്കൽ ആയിട്ട് ഉണ്ടായിരിക്കും എല്ലാ സ്റ്റുഡൻസിന്റെയും കളക്ഷൻ, നമുക്കത് കണ്ടുപിടിക്കാനും പറ്റും. പക്ഷേ ഇനി ഞാൻ ചോദിക്കുകയാണ് കളക്ഷൻ ഓഫ് സം ഓഫ് സ്റ്റുഡൻസ് enrolled in IGNO University for the 2026 ജൂലൈ BA പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഓൾ സ്റ്റുഡൻസ് അല്ല, സം ഓഫ് ദി സ്റ്റുഡൻസ്. ഈ സം ഓഫ് ദി സ്റ്റുഡൻസിന് ഒരു സ്പെസിഫിക്കേഷനോ അല്ലെങ്കിൽ അവര് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രത്യേക എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്കോ ഫീച്ചറോ ഒന്നും ഞാൻ ക്വാളിറ്റീസ് ഒന്നും ഞാൻ പറയുന്നില്ല. സം ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു ആ ഒരു കളക്ഷൻ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ഈ സം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിഫൈൻഡിന്റെയും വെൽ ഡിഫൈൻഡ് സോറി ജനറൽ കളക്ഷന്റെയും വെൽ ഡിഫൈൻഡ് കളക്ഷന്റെയും ചേഞ്ചസ്. ഇത് ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രം. കാരണം ഒരു കളക്ഷൻ കാണുമ്പോൾ ഒരു സെറ്റ് കാണുമ്പോൾ ഇത് സെറ്റ് ആണോ അല്ലേന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ആദ്യം കഴിഞ്ഞിട്ടുണ്ടാവണം. ആ സെറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ആ സെറ്റിൽ ഉള്ള എലമെന്റ്സ് ഡിനോട്ട് ചെയ്തത് കറക്റ്റ് ആണോ, ഈ പറഞ്ഞ റിപ്പീറ്റേഷൻ ഉണ്ടോ, അതിന്റെ നൊട്ടേഷൻ കറക്റ്റ് ആണോ, ഡിനോട്ടിങ് ലെറ്റേഴ്സ് കറക്റ്റ് ആണോ എന്നെല്ലാണ് പിന്നെ നമ്മൾ അടുത്ത് അറിയേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റിനെ രണ്ട് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലർ മെത്തേഡ്. ലിസ്റ്റിംഗ് ഫോം എന്ന് പറയും. നോർമലി ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് നെയിംസ് എന്ന് പറയുന്നത് റോസ്റ്റർ മെത്തേഡും അല്ലെങ്കിൽ ടാബുലർ മെത്തേഡ്, ഈ രണ്ട് പേരുകൾ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇങ്ങനൊരു പേരില് ഇങ്ങനെ ഒരു മെത്തേഡ് എങ്ങനെയാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കുന്നത്. Each and every element is listed, separated by commas and enclosed within curly brackets. ഇത്രേ പറയുന്നുള്ളൂ. എല്ലാ എലമെന്റ്സും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കോമാസ് യൂസ് ചെയ്തിട്ടാവണം, എൻക്ലോസ്ഡ് വിത്തിൻ കേർലി ബ്രാക്കറ്റ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത മെത്തേഡ് റെപ്രസെന്റേഷൻ തന്നെയാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ മസ്റ്റ് ആയിട്ട് കേർലി ബ്രാക്കറ്റ്സ് ഉണ്ടാവണം, ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ കോമാസ് ഉണ്ടായിരിക്കണം, സ്പെസിഫിക് ആയിട്ട് മെമ്പേഴ്സിനെ അതായത് എലമെന്റ്സിനെ നമുക്ക് പിക്ക് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടാവണം. അത്രേ ഉള്ളൂ. അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്.
First one, if A is a set of vowels, A, E, I, O, U. We can list out separately. If N is a set of natural numbers, 1, 2, 3, 4, 5, etc. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നൊട്ടേഷനിൽ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റർ ആണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ലെറ്റേഴ്സ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആയിരിക്കും, നമ്പേഴ്സ് ആണെങ്കിൽ ആസ് ഇറ്റ് ഈസ് നമ്പേഴ്സ് തന്നെ കോമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതും. ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും കേളി ബ്രാക്കറ്റിലുമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് മെമ്പേഴ്സ് വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ കൂടി ചില കേസിൽ കംപ്ലീറ്റ് മെമ്പേഴ്സിന് നമുക്ക് എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് അതിനൊരു ഗുഡ് എക്സാമ്പിൾ ആണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്. ഏത് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണോ അല്ലേന്ന് നമുക്കറിയാം. ഇപ്പോ ഇപ്പോ ഫോർ എക്സാമ്പിൾ 20 ബിലോങ്സ് ടു എൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം 20 ബിലോങ്സ് ടു എൻ ആണ്, ഇറ്റ് ഇസ് നാച്ചുറൽ നമ്പർ. അതുപോലെ തന്നെ 20.2 ബിലോങ്സ് ടു എൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഓഫ് കോഴ്സ് അല്ല, ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ ആണ്, കാരണം ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ എന്ന് പറയും. ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഏത് എലമെന്റ് ചോദിച്ചാലും നമുക്ക് അറിയും. പക്ഷെ നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഇങ്ങനെ എടുത്ത് എഴുതാൻ സാധിക്കുമോ? ഇങ്ങനത്തെ കളക്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു സ്റ്റാൻഡേർഡ് ഡിനോട്ടിംഗ് ആണ്. അതായത് ഈ ഡോട്ട്, ഒരു 3 ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് നമുക്ക് നോർമലി അറിയാലോ, ഒരു കളക്ഷനിൽ അല്ലെങ്കിൽ ഒരു സെറ്റിലെ സീക്വൻസിലെല്ലാം കണ്ടിട്ടുണ്ട്. എക്സെട്ര എന്ന് പറയുന്നത് എന്താ? ഇതുപോലത്തെ എന്ന് പറയുന്ന ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സിമിലർ എലമെന്റ്സ്. ഇത്രയും എലമെന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ വന്നിട്ടുണ്ടായിരിക്കും ഇതിലുള്ള എലമെന്റ്സ് ഏതാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ മറ്റൊരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. നമുക്ക് ക്ലിയർ ആയിട്ട് മുഴുവനായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും വെൽ ഡിഫൈൻഡ് ആയ കളക്ഷൻ നമ്മൾ ഈ എക്സെട്ര ഡിനോട്ടേഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു സെറ്റ് വന്നു, ഇഫ് ഈസ് ദ സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് 2, 4, 6, 8, 10 എക്സെട്ര. ബാക്കിയുള്ള എലമെന്റ്സ് ഏതാണെന്ന് നമുക്ക് വളരെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഇതാണ് റോസ്റ്റർ മെത്തേഡ്. ഇനിയിപ്പോ റോസ്റ്റർ മെത്തേഡിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റ് നൊട്ടേഷൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് ഇനി നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാതെ തന്നെ യൂസ് ചെയ്യുന്ന കുറച്ച് നൊട്ടേഷൻസ്, സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ്, അതൊന്നും ശ്രദ്ധിക്കാം. ഒന്ന് പറയുന്നത് എൻ. ഇപ്പൊ പറഞ്ഞു എൻ എന്ന് പറയുന്നത് പൊതുവെ നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഏതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം? 1, 2, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ, എക്സെട്ര. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇതെല്ലാം റോസ്റ്റർ മെത്തേഡിൽ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് സെറ്റ്സ് ആണ് കേട്ടോ. സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വെൽ ഡിഫൈൻഡ് ആണ്, പക്ഷെ നമുക്ക് ഫുള്ളി ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ അതിനെ പൊതുവെ എങ്ങനെ കൊടുക്കും? എക്സെട്ര -2, -1, 0, 1, 2 എക്സെട്ര. ഇനി നെക്സ്റ്റ് ഒരു നൊട്ടേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു. ഇത് ഹോൾ നമ്പേഴ്സിനെയാണ്. നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം, അവിടെ 0 കൂടി ഇൻക്ലൂഡഡ് ആവുന്നു മാത്രം. 0, 1, 2, 3, 4 എക്സെട്ര. നെക്സ്റ്റ് വരുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നെക്സ്റ്റ് വരുന്നത്, ഇനി നമുക്കിപ്പോ ഈവൻ ഇൻറ്റീജേഴ്സിന്റെ സെറ്റ് വന്നു, ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ, അത് നമ്മൾ എഴുതി. ഇതുപോലെ തന്നെ ഓഡിന് നോർമലി കൂടുതലും കണ്ടുവരുന്ന നൊട്ടേഷൻ ആണ് ഓ എന്നുള്ളത്. അത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ നൊട്ടേഷൻ അങ്ങനെ കോമൺ ആയിട്ട് വരാറില്ല. ടെക്സ്റ്റ്, ഓരോ ടെക്സ്റ്റിലും മാറി മാറി വരാറുണ്ട്. അപ്പൊ ഓഡ് പ്രൈം നമ്പേഴ്സ് എന്നാണ് കൊടുത്തതെങ്കിൽ എന്തായിരിക്കും? നമുക്കൊരു ക്വസ്റ്റ്യൻ ഇടാണ്. റൈറ്റ് ദി സെറ്റ് ഓഫ് ഓൾ ഓഡ് പ്രൈം നമ്പേഴ്സ് ഇൻ റോസ്റ്റർ മെത്തേഡ്. സെറ്റ് ഓഫ് ഓൾ ഓഡ് പ്രൈം നമ്പേഴ്സ് ഇൻ റോസ്റ്റർ മെത്തേഡ്. ഇത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് ഇറ്റ് ബി, ഞാൻ ആ സെറ്റിന് എ എന്നുള്ളൊരു പേര് കൊടുത്തു, അല്ല ഞാൻ പി എന്നുള്ള പേര് കൊടുത്തു എന്ന് വിചാരിക്കാം. പി എന്തായിരിക്കും ഈ സെറ്റ് എന്ന് പറയുന്നത്? സെറ്റിലെ എലമെന്റ്സ് ഏതായിരിക്കും? 2, 3, സോറി ഓഡ് പ്രൈം നമ്പേഴ്സ് ആണ്, അപ്പൊ 2 ഇൻക്ലൂഡഡ് അല്ല. 3, 5, 7, 11, 13 എക്സെട്ര. നമുക്കറിയാം ആകെ ഒരൊറ്റ ഈവൻ പ്രൈം നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അത് 2 ആണ്. 2 മാത്രമാണ് ആകെയുള്ള ഈവൻ നമ്പർ. അപ്പൊ ഇനി നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്ന് വിചാരിക്കാം, ലെറ്റ് എൽ ബി ദ സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സെറ്റ്? എൽ ഇസ് ദി സെറ്റ് ഓഫ് ഓൾ ഈവൻ പ്രൈം നമ്പേഴ്സ്. പറയുമ്പോൾ ഓൾ എന്നൊക്കെ പറയുന്നേ ഉണ്ടാവുള്ളൂ, അവിടെ ആകെ ഒരു എലമെന്റ്, സിംഗിൾ എലമെന്റേ ഉള്ളൂ, അത് 2 ആണ്. ഈ 2 മാത്രമാണ് ആകെയുള്ള
ഈവൻ പ്രൈം നമ്പർ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതാണ് റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് നെക്സ്റ്റ് വരുന്ന മെത്തേഡ് സെറ്റ് ബിൽഡർ മെത്തേഡാണ്. ഇത് നിങ്ങൾ കൂടുതലായി കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രോബ്ലംസിലും മറ്റു സമയങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് റോസ്റ്റർ മെത്തേഡുകൾ തന്നെയാണ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ. സെറ്റ് ബിൽഡർ മെത്തേഡ്, പ്രോപ്പർട്ടി മെത്തേഡ് അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. ഇതിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഇതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നുള്ളതും റൂൾ മെത്തേഡ് എന്നുള്ളതാണ് കൂടുതലായി കേട്ട് വരുന്നത് കേട്ടോ. So what it is, we consider one or more properties that are exclusive to the elements of a set. അതായത് ഒരു സെറ്റിൽ ഇരിക്കുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്, ഒന്നോ അതിലധികം പ്രോപ്പർട്ടീസ്, പക്ഷെ ആ പ്രോപ്പർട്ടീസ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ എലമെന്റ്സ് നമുക്ക് ഡിഫൈൻഡ് ആയി കിട്ടിയിട്ടുണ്ടാവണം. അതിൽ ഏതൊക്കെ എലമെന്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് ആയിരിക്കണം അവിടെ പറഞ്ഞത്. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു റെപ്രസെന്റേഷൻ മെത്തേഡ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഹിയർ വി ആർ ഗിവൺ a set A. A is the set of all elements X. നിങ്ങൾ ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ ഇതിനെ വായിക്കുന്നത് ഇങ്ങനെ ഒരു രണ്ട് ഈ ഒരു കോളൻ, ഈ ഒരു സിമ്പിളിനെ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: A is the set of all X such that ഇതിനെ നമ്മൾ വായിക്കുന്നത് such that ആണ്. അപ്പോൾ A is the set of all X such that X is a vowel of English alphabet. അപ്പൊ നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ അതേ സെറ്റ് ഏതാണ് ഈ സെറ്റ്? എ ഇസ് ഇക്വൽ ടു എ കൊമ ഇ കൊമ ഐ കൊമ ഐ കൊമ ഒ യു, എ ഇ ഐ ഒ യു. ഇത് നമ്മൾ നേരത്തെ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലർ മെത്തേഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതിനെ തന്നെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോപ്പർട്ടിയായി പറഞ്ഞു. ഈ ഒരൊറ്റ സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതിലെ എലമെന്റ്സ് ഇതിൽ പറയുന്നതാണെന്നുള്ളത്. ഇതിൽ ഇനി ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ഇതില് ഇത്ര പറയേണ്ട ആവശ്യമില്ലേ? ഇതിൽ വേറെ എന്തെങ്കിലും വെറും എക്സൈസ് ലെറ്റർ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ ഈ ആൻസർ കിട്ടുമോ? അതില്ലേനും. അപ്പൊ ഈ എലമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പക്ക പ്രോപ്പർട്ടിയാണ്, പക്ക ഫീച്ചറിങ് പ്രോപ്പർട്ടിയാണ് ഈ എക്സ് ഇസ് എ വവൽ ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ, പ്രോപ്പർട്ടി വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് എലമെന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന റെപ്രസെന്റേഷൻ മെത്തേഡാണ് സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോ സെന്റൻസ് ആ കൊടുത്തിട്ടുള്ളെങ്കിൽ, വേർഡ്സ് ആണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ, ഇതിനെ തന്നെ കുറച്ചുകൂടി മാത്തമാറ്റിക്കലായി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓരോ പ്രോബ്ലംസിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ഫോം ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇവിടെ ഒരു കേളി ബ്രാക്കറ്റ് കൂടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്താ പറയുള്ളത്, ഞാൻ പറഞ്ഞ കേളി ബ്രാക്കറ്റ് ഇമ്പോർട്ടന്റ് ആണ് സെറ്റ് റെപ്രസെന്റേഷനിൽ. അത് ഏത് മെത്തേഡ് ആയാലും ഉള്ള, റോസ്റ്റർ മെത്തേഡ് ആയാലും സെറ്റ് ബിൽഡർ മെത്തേഡ് ആയാലും. അപ്പം സെറ്റ്, it is the set of all x such that x is equal to p by q, p comma q belongs to z, അതായത് set of integers and q not equal to 0. ഇതാണ് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. നമ്മളിപ്പോ നേരത്തെ ഇന്റീജേഴ്സ് കണ്ടു, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, അതുപോലെയുള്ള ഈവൻ നമ്പേഴ്സ്, അതെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു നമ്പേഴ്സ് ആണ്, മറ്റൊരു ഫീൽഡ് ഓഫ് നമ്പേഴ്സ് ആണ് എന്ത്? ക്യൂ എന്ന് പറയുന്നത്, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ എന്തെങ്കിലും ഒരൊറ്റ സെന്റൻസിൽ ഇതിന്റെ ഡെഫിനിഷൻ കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, എങ്ങനത്തെ എക്സുകൾ, ഇതിലുള്ള എലമെന്റ്സ് എങ്ങനത്തെ എക്സുകളാണ്? അതെന്ന് പറയുന്നത് പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന എലമെന്റ്സ് ആയിരിക്കണം. പിയും ക്യൂവും ബിലോങ്സ് ടു സെഡ് ആയി വരുന്ന, പി ബൈ ക്യൂ എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന എലമെന്റ്സ് എക്സിന്റെ കളക്ഷൻ ആയിരിക്കണം ഇറാഷണൽ നമ്പർ ക്യൂ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ ക്യൂ ഈക്വൽ ടു 0 ആയി പോയി കഴിഞ്ഞാൽ അത് വെൽ ഡിഫൈൻഡ് ആക്സസ് ചെയ്യാത്തൊരു കേസ് വരും. അപ്പൊ ഇവിടെ എന്തുകൂടി അഡീഷണൽ ആയി പറയണം? ക്യൂ നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എത്ര പ്രോപ്പർട്ടി പറഞ്ഞു? എക്സ് ഈക്വൽ ടു പി ബൈ ക്യൂ എന്നുള്ളൊരു പ്രോപ്പർട്ടി പറഞ്ഞു, പി ക്യൂ മസ്റ്റ് ബി ബിലോങ്സ് ടു സെഡ് എന്നുള്ളൊരു പ്രോപ്പർട്ടി പറഞ്ഞു, ക്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഈ ഒരു 3 പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്താലാണ് കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളത് കൊണ്ട് ഈ 3 പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യും. ഇനി
ഇത് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ സെറ്റ് എൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു സെറ്റാണ് ഈ പറഞ്ഞ ക്യൂ, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളതാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് ഇപ്പൊ നമ്മൾക്ക് നേരത്തെ പോലെ നമ്മുടെ റോസ്റ്റർ മെത്തേഡ് വഴി നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാൻ പറ്റുമോ? ഇന്ന എലമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ 2 എന്ന് എഴുതാൻ പറ്റുമോ? പോട്ടെ, 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ 1.1 എന്ന് എഴുതിയാൽ മതിയോ? പോരാ, അതിന്റെ ഇൻ ബിറ്റ്വീൻ വീണ്ടും ഒരുപാട് റിയൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ റിയൽ നമ്പേഴ്സിന്റെ സെറ്റിനെ എന്താക്കി എഴുതാൻ പറ്റില്ല. ചിലപ്പോ നമുക്ക് റോസ്റ്റർ മെത്തേഡിൽ എഴുതാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ റിമാർക്കിൽ ഇനി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു, സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറയുന്നത്. വി കൺസിഡർ one or more properties that are exclusive to the elements of a set. അതിന് എക്സാമ്പിൾസ് ആയിട്ടൊരു സെറ്റ് പഠിച്ചു. ഇപ്പൊ ഈ മെത്തേഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന 2 എക്സാമ്പിൾസ് തന്നെയാണ് ഇത്. ഒന്ന് കുറച്ചുകൂടി മാത്തമാറ്റിക്കൽ ഫോം ആണ്, ഒന്ന് നോർമലി ഇൻവേർട്ട് ലെറ്റേഴ്സ് ആയിട്ട് തന്നു മാത്രം. ഇനി ചുമ്മാ ഒരു എക്സസൈസ് നിങ്ങൾക്കൊരു ഇപ്പൊ പറഞ്ഞ മെത്തേഡിന് 2 മെത്തേഡും കൂടി ഒന്നും കൂടി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്നാണ്. കൺവേർട്ട് ദി ഫോളോയിങ് സെറ്റ് ബിൽഡർ എക്സ്പ്രഷൻ ടു റോസ്റ്റർ മെത്തേഡ്. അപ്പൊ തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ മെത്തേഡിലാണ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2x plus 5 less than 7 and x belongs to n നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിലാണ്. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2x plus 5 less than 17 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി ഫോമിന് നമുക്ക് അടുത്ത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത് എന്ത് ചെയ്യാം, ഈ 5നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ ലെസ് ദാൻ 17 minus 5 such that x belongs to n. ഇനി വീണ്ടും ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 2x less than 17 minus 5 എന്ന് പറയുന്നത് 12, x belongs to n. ഇനി വരുന്നു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇപ്പോൾ 2x less than 12 ആയി. ഇനി വീണ്ടും ഈ 2നെ നമുക്ക് കൊണ്ടുപോകാം, സോൾവ് ചെയ്യാം. അപ്പൊ എക്സ് ലെസ് ദാൻ 6, എക്സ് ബിലോങ്സ് ടു എൻ. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ തന്നെ ക്ലിയർ ആണ്, നാച്ചുറൽ നമ്പേഴ്സിലെ എലമെന്റ്സ് ആണ്. അപ്പൊ തന്നെ അറിയാം 1, 2, 3, 4 അങ്ങനെ തുടങ്ങിയിട്ടുള്ള എലമെന്റ്സ് ആണ് വരുന്നത് എന്നുള്ളത്. ഇനി ലെസ് ദാൻ 6 എന്ന് പറഞ്ഞിട്ടുള്ള, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടിയല്ല, ലെസ് ദാൻ 6. അപ്പൊ ഇതിൽ എലമെന്റ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5. ഇപ്പൊ നമ്മൾ തുടങ്ങിയത് സെറ്റ് ബിൽഡർ മെത്തേഡിൽ നിന്നാണ്, എത്തിയിട്ടുള്ളത് റോസ്റ്റർ മെത്തേഡിലാണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയി തന്നെയുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 1-2 റിമാർക്ക് കൂടി ഞാൻ ഇവിടെ പറയാം. ഏറ്റവും ഈ 2 മെത്തേഡ്സ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തു വരുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, റോസ്റ്റർ മെത്തേഡിലും സെറ്റ് ബിൽഡർ മെത്തേഡിലും രണ്ടിന്റെയും അഡ്വാൻറ്റേജസ്, അതിൻ്റെതായ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഇപ്പൊ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, സെറ്റ് ബിൽഡർ മെത്തേഡിൽ എന്തായിരുന്നു, നമുക്ക് എല്ലായ്പ്പോഴും ഇപ്പോൾ അതിലെ എല്ലാ എലമെന്റിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ കഴിയാത്ത കേസുകൾ വരും. സെറ്റ് ബിൽഡർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. സെറ്റ് ബിൽഡർ മെത്തേഡ് ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറയാണ്, റെപ്രസെന്റ് ദി കളക്ഷൻ ഓഫ് റെപ്രസെന്റ് ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 4. 1നും 4നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും എക്സ്പ്രസ് ചെയ്യാൻ പറയാണ്. സെറ്റ് ആയിട്ടാണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ കേളി ബ്രാക്കറ്റ് ഇട്ടു. 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ എലമെന്റ് വരുന്നത് 4 ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. 1 എക്സെട്ര 4 എന്ന് ഇട്ടാൽ മതിയോ? അപ്പൊ ഇവിടെ അടുത്ത എലമെന്റ് ഏതാന്ന് നമുക്ക് അറിയണം. ഏത് എലമെന്റ് എഴുതും? 1.1 എഴുതിയാൽ മതി, 1.01 എഴുതിയാൽ മതി, 1.2, 1.02 ഏത് എലമെന്റ്സ് എഴുതും നമുക്ക് നമ്മളെ ഏത് മെത്തേഡിൽ പറ്റില്ല, റോസ്റ്റർ മെത്തേഡിൽ പറ്റില്ല. ഇതേ സമയം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് സെറ്റ് ബിൽഡർ എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡറിൽ ഇതേ ഒരു കളക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ, 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. നമ്മൾ പറഞ്ഞ കളക്ഷൻ എഴുതി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് സെറ്റ് ബിൽഡർ മെത്തേഡിനുണ്ട്. അതായത് ഈ ഇത്തരം കേസുകളിലൊന്നും, ഇങ്ങനത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത കേസുകളിലും എല്ലാം നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനത്തെ മെത്തേഡിൽ നമ്മൾ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പുതിയൊരു സെറ്റ് ഓഫ് എലമെന്റ്സ് കൂടി ഓർത്ത് വെക്കാം. നേരത്തെ നിങ്ങൾ നോട്ട് ചെയ്ത ഭാഗത്ത് തന്നെ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം പോലെ തന്നെ ക്യൂ, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എക്സ്പ്രഷൻ നേരത്തെ തന്നു കഴിഞ്ഞിരുന്നു. ഇനി അടുത്തത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, 6 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പറിനാണ്. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിലൊന്നും ഇത് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല, ക്യൂ എന്ന് പറയും, 6 എന്ന് പറയും, അത്രേ ഉള്ളൂ. പിന്നെ
സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് റിയൽ നമ്പറിൽ നിന്ന് റാഷണൽ നമ്പേഴ്സിനെ ഒഴിവാക്കി വരുന്ന മറ്റൊരു സെറ്റാണ്. ബാക്കി വരുന്ന സെറ്റിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് എന്താന്നൊക്കെ നമുക്ക് കൂടുതൽ ഈ നമ്പർ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ പറയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പൊ റിയൽ നമ്പർ ആണ് ഹോൾ നമ്പർ സിസ്റ്റം എങ്കിൽ അതിൽ റാഷണൽ നമ്പേഴ്സിനെ ഒഴിവാക്കിയിട്ട് വരുന്ന R-Q എന്ന് പറയുന്ന പോർഷൻ ആണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇറാഷണൽ നമ്പറിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ ഓഫ് എലമെന്റ്സ് പറയാം. അപ്പോൾ √2 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറിന്റെ എക്സാമ്പിൾ ആണ്. √5 പോലുള്ള എലമെന്റ്സ് എല്ലാം ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ പറയുന്നത് റോസ്റ്റർ മെത്തേഡിന്റെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മെത്തേഡിന്റെ കുറച്ച് അഡ്വാൻറ്റേജ്. ഇപ്പൊ ഇവിടെ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്നുള്ള സമയത്ത് നമുക്ക് അഡ്വാൻറ്റേജ് ആയി വരുന്നത് ഇതായിരുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ഓരോ എലമെന്റായി ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പല എലമെന്റ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ, റെപ്രസെന്റ് ചെയ്യാൻ സെറ്റ് ബിൽഡർ മെത്തേഡ് കൊണ്ട് സാധിക്കും. ഇതേ സമയം ഞാൻ നിങ്ങളോട് റാൻഡം ആയിട്ട് ഒരു കളക്ഷൻ തന്നു, കുറെ ഒബ്ജക്ട്സും നമ്പേഴ്സും അങ്ങനെ പലതും തമ്മിലുള്ള ഒരു കളക്ഷൻ. അങ്ങനെയുള്ള ഒരു കളക്ഷൻ തന്നിട്ട് ഞാനൊരു കളക്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്: 20 ബീഹാർ, ഇന്ത്യ. ഇതിൽ എന്തുണ്ട്? ഒരു നമ്പർ ഉണ്ട്, ഒരു ലെറ്റർ ഉണ്ട്, ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു കൺട്രി ഉണ്ട്, അതായത് 2 വേർഡ്സ് ഉണ്ട്. ഇതിനെ ഇങ്ങനെ ഒരു ലിസ്റ്റ് തരുന്ന സമയത്ത് നമുക്ക് സെറ്റ് ബിൽഡർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ. അതായത് ഇതിന് ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്യും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് വാട്ട്, എന്താ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനത്തെ വരുന്ന കേസിൽ റാൻഡം ആയിട്ട് എന്തെങ്കിലും കളക്ഷൻ വരുമല്ലോ. അപ്പൊ നമ്മളോട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ബോർഡിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ അവിടെ കാണുന്ന ഒബ്ജക്ട്സിനെ കുറിച്ച് എഴുതാനാ പറയുന്നത്. അപ്പൊ ഇതുപോലെ ബീഹാർ അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒട്ടും നമുക്ക് കോമൺ ജനറലൈസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും കളക്ഷനും ഓഫ് വേർഡ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ളതാണ്, അതായത് റോസ്റ്റർ മെത്തേഡാണ്. അതാണ് റോസ്റ്റർ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം, വെറുതെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റോസ്റ്റർ മെത്തേഡിന്റെയും സെറ്റ് ബിൽഡർ മെത്തേഡിന്റെയും എക്സാമ്പിൾസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n and x is a multiple of 3. ഇതിനെ ചെയ്യേണ്ടത്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, റോസ്റ്റർ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ തന്നു, സെറ്റ് ഓഫ് എലമെന്റ്സ്. എന്തെല്ലാമാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്? ഈ ഒരു സെറ്റിനെ സെറ്റ് ബിൽഡർ മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യണം. ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ പ്രോബ്ലംസും എക്സാമ്പിൾസും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അത് കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിനു മുൻപ് ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ പ്രോബ്ലംസ് ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ വരുന്ന ഏത് പ്രോബ്ലംസും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, സോൾവ് ചെയ്യാൻ കഴിയും. അപ്പൊ ആ പ്രോബ്ലംസ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഞാൻ ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എഴുതിയില്ല. ഫസ്റ്റ് വൺ വരുന്നത് സെറ്റ് ബിൽഡർ എക്സ്പ്രഷനിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ലെറ്റ് എക്സ് ബി ദ ലെറ്റ് കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബി എ ലെറ്റർ ഓഫ് ദി വേർഡ് ഫംഗ്ഷൻ എന്ന്. അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പറയണം, റൈറ്റ് ഡൗൺ ദി സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ഫംഗ്ഷൻ. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ അസൈൻമെന്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു സെറ്റിന് നെയിം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുക്കേണ്ടത്, എ ബി വട്ടവർ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലെ ഡിഫറെന്റ് ലെറ്റേഴ്സുകൾ എല്ലാം എഴുതുക, റിപ്പീറ്റഡ് ആയി വരുന്ന സിമിലർ ലെറ്റേഴ്സ് എഴുതണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ FUNCTIO എന്നായിരിക്കും ലിസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡർ നൊട്ടേഷനിൽ തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് 30 ആൻഡ് എക്സ് ബിലോങ്സ് ടു n. അതായത് നാച്ചുറൽ നമ്പർ ആയ 30 എന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ആയി വരുന്ന നമ്പേഴ്സിന്റെ കളക്ഷൻ സെറ്റ് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത്ര മാത്രമേ അറിയണ്ടൂ. 30യുടെ ഫാക്ടേഴ്സ് അറിയണം, അതായത് മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് അറിയണം, 30യുടെ ഫാക്ടേഴ്സ് അറിയണം, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അത് പ്രത്യേകം പറഞ്ഞിട്ട് നാച്ചുറൽ നമ്പർ ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. തിരിച്ച് ഇങ്ങോട്ടും ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സെറ്റ് തന്നിട്ട് ഇത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും.
അതിന് തിരിച്ച് സെറ്റ് ബിൽഡർ ഫോമിൽ വന്നിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ളതും വരും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ വേറൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. 525 125 625. ഇതിനെ ഈ ഒരു സെറ്റിനെ സെറ്റ് ബിൽഡർ നൊട്ടേഷനിൽ സെറ്റ് ബിൽഡർ എക്സ്പ്രഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5 റേസ് ടു n such and n belongs to n. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയുന്നത് നമുക്ക് 5യുടെ പവർ ആണ് 5 സ്ക്വയർ 5 ക്യൂബ് 5 റേസ് ടു 4 ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ ഇത് ഒന്ന് എക്സ്പ്രസ് ചെയ്ത് എഴുതുമ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 5 റേസ് ടു n n belongs to n. ഇനി വരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് തിരിച്ച് സെറ്റ് ബിൽഡർ എക്സ്പ്രഷനിലാണ് തന്നിട്ടുള്ളത് എക്സ് ഇസ് ഇക്വൽ ടു 1/3 റേസ് ടു n n ബിലോങ്സ് ടു w. ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എക്സ്പ്രഷൻ തന്നെയാണ് എക്സ് ഇസ് ഇക്വൽ ടു 1/3 റേസ് ടു n എന്നുള്ളത്. ഇനി n എന്തെല്ലാമാണെന്നുള്ളത് വീണ്ടും നമുക്ക് ശ്രദ്ധിക്കണം. ഇവിടെ n ബിലോങ്സ് ടു n നാച്ചുറൽ നമ്പർ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ n ബിലോങ്സ് ടു w എന്നാണ് തന്നിട്ടുള്ളത്. അതായത് ഹോൾ നമ്പേഴ്സ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണം, ഒരു സീറോ കൂടി എന്നിന്റെ സ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് എന്ന് പറയുന്നത് 1/3 റേസ് ടു n 1/3 റേസ് ടു 0 എന്നുള്ളതാണ് ആദ്യം വരുന്നത്. 3 റേസ് ടു 0 1 ആണ്. അപ്പൊ 1/1 എന്നുള്ളത് 1 ആയി കിട്ടി. ഇനി 1/3 റേസ് ടു 1 1/3 സ്ക്വയർ ഒരു നമ്പേഴ്സ് നമുക്ക് കിട്ടും. 1/3 സ്ക്വയർ 1/3 ക്യൂബ് സോറി 1/3 റേസ് ടു 1 1/3 റേസ് ടു 2 1/3 റേസ് ടു 3 ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇതേപോലെ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇവിടെ n ബിലോങ്സ് ടു w ആണെങ്കിൽ നമുക്ക് 5 റേസ് ടു 0 ഇക്വൽ ടു 1 ആയിരിക്കും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഈ ഫോർത്ത് ക്വസ്റ്റ്യനിൽ n ബിലോങ്സ് ടു n ആണെങ്കിൽ ഈ 1 എന്നുള്ള ടേം ഉണ്ടാവില്ല. അതായത് 1/3 റേസ് ടു 0 എന്നുള്ള ടേം ഉണ്ടാവില്ല. നേരെ 1/3 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ ഇതിന്റെ ഡിഫറെന്റ് മോഡൽസും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും കൂടുതൽ ഈ ഒരു സെഷനിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെട്ടാൽ മതി. ഇനി വരുന്നത് നമ്മൾ സോൾവ് ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സ് ദാറ്റ് 2x + 5 < 17 ആൻഡ് x belongs to n ആണെങ്കിൽ ആ x എന്താണെന്നുള്ളത് സെറ്റ് നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ റോസ്റ്റർ എക്സ്പ്രഷനിൽ കണ്ടുപിടിച്ചു. ഇനി അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഇതിന്റെ തന്നെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻസ് കുറച്ചും കൂടി ഹയർ ആണ്. അതുപോലെ രണ്ട് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 4x + 21 = 0 ഉണ്ട്. എക്സ് സ്ക്വയർ = 49 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ് എന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള നമ്മളൊരു ബേസിക് നോളേജ് കൂടി ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4x + 21 ഇങ്ങനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് മൈനസ് സം കോഫിഷ്യന്റ് ഇൻറ്റു എക്സും എക്സിന് ഒരു കോഫിഷ്യന്റ് പ്ലസ് ഒരു കോൺസ്റ്റന്റ് ടേമും ആണ്. മൈനസ് അല്ല, പ്ലസ് ഓർ മൈനസ് ആണ്. ഇവിടെ പ്ലസ് ഓർ മൈനസ് ഒരു കോൺസ്റ്റന്റ് ടേമും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റ് ടേമും ആഡ് ചെയ്യുമ്പോൾ ഈ എക്സിന്റെ കോഫിഷ്യന്റും കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെ നോക്കും. അതായത് നമ്മൾ നോക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണം, ആഡ് ചെയ്യുമ്പോൾ 21 കിട്ടണം. അതുപോലെ സോറി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 21 കിട്ടണം. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ -4 കിട്ടണം. അങ്ങനെ ഒരു നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത്. പൊതുവെ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് എക്സ് സ്ക്വയർ മൈനസ് 4x + 21 ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് മൈനസ് 7 ഇൻറ്റു എക്സ് പ്ലസ് 3 = 0. -7 ഇൻറ്റു +3 എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 21 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 21 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 21 എന്നുള്ള കണ്ടീഷൻ ആണ്. അപ്പോ -7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -21 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ -7ഉം +3ഉം കൊടുത്താൽ മതി. അതുപോലെ തന്നെ -7 + 3 എന്ന് പറയുന്നത് -4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനെ മാറ്റി എഴുതാൻ പോകുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x minus 7 into x plus 3 = 0 and x square = 49. x belongs to n. ഇനി വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ ഇക്വേഷനും കൂടി നമ്മളൊന്ന് മാറ്റുകയാണ്. അതായത് എക്സ് സ്ക്വയർ = 49. എക്സ് സ്ക്വയർ = 49 ആണെങ്കിൽ നമുക്ക് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ തന്നെ അറിയാം എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √49 ആണെന്ന്. Then set of all x such that
എക്സ് മൈനസ് 7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ 0 ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് വാല്യൂസാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 7 വരണം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു -3 വരണം. എന്നാലാണ് ഈ ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 ആവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ വാല്യൂസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 7 -3. ഇനി ഈ ഒരു പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 49 എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 49 മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7 ആയിരിക്കും. അതായത് +7, -7 രണ്ട് വാല്യൂസ്. വീണ്ടും നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂസ് നമ്മൾ എഴുതാണ് +7, -7. അപ്പൊ സോൾവ് ചെയ്തിട്ട് എന്തൊക്കെ കിട്ടി? എക്സ് ഈക്വൽ ടു 7 -3, 7 -7. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, എക്സ് ബിലോങ്സ് ടു എൻ എന്നുള്ളത്. എക്സ് ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഈ ഒരു -7ഉം -3 ഇവിടെ വരുമോ? ഇല്ല. അപ്പോ ഇതിന്റെ ആൻസർ ഫൈനൽ ആയിട്ട് വരുന്ന ഈക്വൽ ആയിട്ട് വരുന്ന ഒരേ ഒരു വാല്യൂ ഏതാണ്? 7 മാത്രമാണ്. അപ്പൊ നമ്മള് ഇവിടെ ചെയ്തൊന്ന് ശ്രദ്ധിക്കാം. എക്സിന്റെ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തു. x² - 4x ഇവിടെ -21 ആണ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ ചെറിയ ചേഞ്ച് വന്നതാണ്. -21 ഈക്വൽ ടു 0. ദെൻ ദിസ് വിൽ ബി ഈക്വൽ ടു ദി ഇക്വേഷൻ x - 7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. അതൊരു ഭാഗത്ത്. റൈറ്റ്, അടുത്ത ഇക്വേഷൻ പറയുന്നത് x² ഈക്വൽ ടു 49. x² ഈക്വൽ ടു 49 ആണെങ്കിൽ x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 49. ദാറ്റ് ഇംപ്ലൈസ് x ഈക്വൽ ടു +7 അല്ലെങ്കിൽ -7. ഇനി x -7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 ആണെങ്കിലോ? x -7 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ പോസിബിൾ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂസ് ഒന്ന് x ഈസ് ഈക്വൽ ടു 7 ആണ്, അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു -3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 -3 എന്നുള്ള ഓപ്ഷൻ 7 -7. ഇനി ഒരു കണ്ടീഷൻ കൂടി നമ്മളെ കയ്യിലുണ്ട്, എക്സ് മസ്റ്റ് ബി ബിലോങ്സ് ടു എൻ. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് -3 വരില്ല, -7 വരില്ല. ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 7 മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇക്വേഷൻസ് ഇവിടെ സോൾവ് ചെയ്യാൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇക്വേഷൻസ് എന്താണെന്ന് ശ്രദ്ധിക്കണം. ഇക്വേഷൻസിൽ തന്നിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും ശ്രദ്ധിക്കണം. എക്സ് ബിലോങ്സ് ടു വാട്ട് സെറ്റ് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അതായത് എൻ ആണോ ഡബ്ല്യു ആണോ അതുകൂടി ശ്രദ്ധിക്കണം. എന്നിട്ട് ഫൈനലിൽ വരുന്ന ആൻസർ ഇതുപോലെ റോസ്റ്റർ എക്സ്പ്രഷനിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടുപിടിച്ച് പിന്നീട് സോൾവ് ചെയ്യാം. അത്യാവശ്യം ഇപ്പൊ എല്ലാ ടൈപ്പ് ഓഫ് വെറൈറ്റീസ് കൂടിയും നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഇനി അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് ഈക്വലൻസ്, ഡിഫറെന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റിലേഷൻ ആണ് ഈക്വൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം സെറ്റുകൾ തന്നെ പലതരം സെറ്റ് ഉണ്ട്, പല കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഉണ്ട്. ആ സെറ്റുകൾക്കൊക്കെ പല നെയിം കൊടുത്ത്, അതായത് ജനറലി അറിയപ്പെടുന്ന കുറച്ച് സെറ്റുകളുണ്ട്. ഇൻറ്റീജർ സെറ്റ്, നാച്ചുറൽ നമ്പർ സെറ്റ്, ഹോൾ നമ്പർ സെറ്റ്, റാഷണൽ സെറ്റ്, ഇങ്ങനെയല്ല നമ്മൾ പറഞ്ഞു. ഇനി അല്ലാതെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നെയിം ചെയ്യുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ എലമെന്റോ അതിൽ കൂടുതലോ എലമെന്റ്സ് ഉള്ള സെറ്റുകൾ ഉണ്ടായിരിക്കും. ഈ തരത്തിലുള്ള സെറ്റുകളെല്ലാം പലതരത്തിൽ റിലേറ്റഡ് ആയിരിക്കും. അങ്ങനത്തെ റിലേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഇക്വാലിറ്റി ആണ്. ടു സെറ്റ്സ് എക്സ് ആൻഡ് വൈ ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് every element of x is an element of y and every element of y is an element of x. അതായത് എക്സ് വൈ പറഞ്ഞ രണ്ട് സെറ്റ് എടുത്തിട്ട് അതിൽ എക്സിലെ എല്ലാ എലമെന്റും വൈയിലും, വൈയിലെ എലമെന്റും എല്ലാ എലമെന്റും എക്സിലും ഉണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയാം. ഇപ്പോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 സെറ്റുകൾ ശ്രദ്ധിക്കുക. എക്സ് എന്ന് പറയുന്നത് നോർമലി ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 1 2 3 4 5 എന്നുള്ള ഒരു സെറ്റ്. ആൻഡ് y is expressed as in set builder form, set of all x such that x is a natural number 1 less than or equal to x less than or equal to 5. ഇത് കാണുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സെറ്റ് എന്താ? ഒന്ന് നാച്ചുറൽ നമ്പർ ആണ്, അപ്പൊ 1 മുതലുള്ള നമ്പേഴ്സ് ആയിരിക്കും മനസ്സിലായി. ഇനി 1 ലെസ് ദാൻ ഓർ ഇക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 5, 1 നും 5 നും ഇടയിൽ, 1 ഉം 5 പിന്നെ അതിനിടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്തൊക്കെയായിരിക്കും? 1 2 3 4 5. ഇനി വേറെ ഡബ്ല്യു പറഞ്ഞ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇതിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇപ്പോ ഓർഡർ മാറി കൊടുത്തിട്ടുണ്ടെങ്കിലും സെറ്റ് ഡബ്ല്യു എന്ന് പറയുന്നതും നമ്മൾ ഈ എഴുതിയിട്ടുള്ള സെറ്റ് വൈ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഡബ്ല്യു. അതായത്
എക്സിലെ എല്ലാ എലമെന്റും വൈയിലും വൈയിലെ എല്ലാ എലമെന്റും എക്സിലുള്ളത് കൊണ്ട് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയാം. ഇനി എക്സിലെ വൈയിലെ എല്ലാ എലമെന്റും ഇതുപോലെ ഡബ്ല്യൂയിൽ കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ പറയാം എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു ഡബ്ല്യു. ഈക്വാലിറ്റി വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോ ഇനി ഒരു സെറ്റ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ ഒരു സെറ്റില് എക്സ് എന്ന സെറ്റ് ആയിട്ട് കൊടുക്കുന്നത് 1 2 1 2 3 4, y is equal to 2 2 3 1 4 4. ഇതൊരു സെറ്റ് ആയിട്ട് കൊടുത്തു. ഇത് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ കൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രോയില് നമ്മൾ ഒരുപാട് നമ്പർ കാർഡ്സ് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ഒരുപാട് നമ്പർ കാർഡ്സ് വെച്ചിട്ടുള്ള ഒരു പാക്ക് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് ഡ്രോ ചെയ്യണം. അപ്പൊ എടുത്തിട്ടുള്ള നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള കാർഡുകളിലെ നമ്പേഴ്സ് ആണ് ചോദിക്കുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ നമ്പർ പല പ്രാവശ്യം അതിൽ ഉണ്ട് എന്ന് വെക്കുക. അപ്പൊ 2 എടുക്കും, പിന്നെയും നമ്മൾ 2 എടുത്തിട്ടുണ്ടാവും, പിന്നെ 3 ആവും, 1 ആവും, 4 ആവും, 4 ആവും. പക്ഷേ നമുക്ക് ഈ ഒരു സെറ്റിന് നമ്മൾ എന്താ എഴുതേണ്ട ആവശ്യമുള്ളൂ? 2 3. ഇതിലുള്ള നമ്പേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഏതൊക്കെ ഓരോ ഡ്രോയിലും ഏത് എടുത്തു എന്നുള്ളതാണ്. അത് ഏതെല്ലാം നമ്പേഴ്സ് എടുത്തു എന്നേ നമ്മൾ ചോദിക്കുന്നുള്ളൂ എങ്കിൽ ഈ സെറ്റ് എന്ത് തന്നെയായിരിക്കും? 2 3 1 4 ആയിരിക്കും അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു 1 2 3 4 ആയിരിക്കും, ഈക്വൽ ടു സെറ്റ് എക്സ് തന്നെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇങ്ങനത്തെ രണ്ട് സെറ്റുകളായിരിക്കും തരുന്നുണ്ടാവുക, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമ്പേഴ്സ് ചെയ്തിട്ടും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടും. അങ്ങനെയാണെങ്കിലും ഇൻ നാച്ചുറൽ സെൻസ് എക്സ് ഇസ് ഇക്വൽ ടു വൈ തന്നെയാണ്. അപ്പൊ ഈക്വാലിറ്റിയിൽ അത് ശ്രദ്ധിക്കാം. ഇനി അടുത്തൊരു റിലേഷൻ എക്സിന്റെ വരുന്നത്, സോറി, എക്സ് ആൻഡ് വൈ സെറ്റുകൾ, രണ്ട് സെറ്റുകൾ അടുത്തൊരു റിലേഷൻ ആയിട്ട് വരുന്നത് സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്നുള്ളത് നമ്മൾ അതിന്റെ ആ ഒരു മീനിങ്, അതിന്റെ ആ വേർഡിന്റെ മീനിങ് നമ്മൾ മുൻപ് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് സെറ്റിന്റെ കേസിൽ എങ്ങനെയാണ് സബ്സെറ്റ് വരുന്നത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. എക്സ് ഇസ് സെറ്റ് ടു ബി വൈ, സബ്സെറ്റ് എന്ന് ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. എക്സ് ഇസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് വൈ ഇഫ് എവരി എലമെന്റ് ഓഫ് എക്സ് ഇസ് ആൻ എലമെന്റ് ഓഫ് വൈ. എക്സ് എന്ന് പറയുന്നത് വൈയുടെ സബ്സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എക്സിലെ എല്ലാ എലമെന്റും വൈയുടെ എലമെന്റ് ആയിരിക്കണം. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ, ഇഫ് എവരി എലമെന്റ് ഓഫ് എക്സ് ഇസ് ആൻ എലമെന്റ് ഓഫ് വൈ. ഞാനൊരു എക്സാമ്പിൾ തരാണ്. ഇത് സെറ്റ് എക്സ്, സെറ്റ് 1 ആൻഡ് കൺസിഡർ സെറ്റ് വൈ 1 2 3 4. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഈ ഒരു സെറ്റില് എക്സിലെ എലമെന്റ്സ് ഏതൊക്കെയാണുള്ളത്? എലമെന്റ് 1 ഉണ്ട്, 2 ഉണ്ട്. 1 ബിലോങ്സ് ടു എക്സ് ആണ്. 1 ബിലോങ്സ് ടു വൈ ആണോ? ആണ്. ഈ 2 ബിലോങ്സ് ടു എക്സ് ആണ്. 2 ബിലോങ്സ് ടു വൈ ആണോ? ആണ്. എക്സിൽ ആകെ രണ്ട് എലമെന്റേ ഉള്ളൂ, അത് 1ഉം 2ഉം ആണ്. ആ രണ്ട് എലമെന്റും എവിടെയുണ്ട്? വൈയിലുണ്ട്. ഇനി വൈയിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. എക്സിലുള്ള എല്ലാ എലമെന്റും വൈയിലുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് വൈ. ഇനി ഇവിടെ നമുക്ക് പറയുന്നത് ഇതിന്റെ സബ്സെറ്റിന്റെ നൊട്ടേഷൻ ആണ്. ഇങ്ങനെയാണ് കോമൺ ആയിട്ട് മിക്ക ടെക്സ്റ്റുകളിലും സബ്സെറ്റിന് ഒരു നൊട്ടേഷൻ കൊടുക്കുന്നത്, അതായത് എക്സ് സബ്സെറ്റ് ഓഫ് വൈ. ഇനി തിരിച്ച് വേറൊരു സെറ്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്, സെഡ് എന്ന് പറയുന്നത്. സെഡ് എന്ന് പറയുന്ന സെറ്റില് ഉള്ള എലമെന്റ്സ് ഇതാണ് 5 6 7 8. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്. എക്സിലുള്ള എലമെന്റ് പറയാണ് 1 ബിലോങ്സ് ടു എക്സ്. 1 ബിലോങ്സ് ടു സെഡ് ആണോ? അല്ല. 1 ഡസ് നോട്ട് ബിലോങ്സ് ടു സെഡ്. സിമിലർലി 2 ബിലോങ്സ് ടു എക്സ്. 2 ബിലോങ്സ് ടു സെഡ് ആണോ? അല്ല. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെഡ്. ഇനി വേറൊരു എക്സാമ്പിളില് ഇപ്പൊ എക്സിൽ 1 2 അല്ലാതെ 3 4 കൂടി എലമെന്റ്സ് ഉണ്ടെന്ന് കരുതുക. നമ്മൾ പുതിയതായി കൺസിഡർ ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 ആണ്. സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റ് തന്നെയാണ്. സെറ്റ് 5 6 7 8 ആണ്. അല്ലെങ്കിൽ സെറ്റിലുള്ള രണ്ട് എലമെന്റ്സ് നമ്മൾ 5 6 7 8 3 4 കൂടിയുണ്ട്. സെറ്റിലുള്ള എലമെന്റ്സ് 5 6 7 8 3 4 ആണ്. എക്സിൽ 1 2 3 4. അപ്പൊ എക്സിലുള്ള രണ്ട് എലമെന്റ്സ് 3ഉം 4ഉം എവിടെയുണ്ട്? സെറ്റിലുണ്ട്. പക്ഷെ എങ്കിലും എക്സ് സെറ്റിന്റെ സബ്സെറ്റ് ആവോ? ഇല്ല. കാരണം എന്താ? അവിടെ ഇനിയും രണ്ട് എലമെന്റ്സ് കൂടി എക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത്? 1 2. ദേ ആർ നോട്ട് ബിലോങ്സ് ടു സെറ്റ്. അപ്പൊ എക്സിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ എലമെന്റ് അടുത്ത സെറ്റിൽ ഉണ്ടായാൽ പോരെ. എക്സിലുള്ള എല്ലാ സെറ്റും നെക്സ്റ്റ് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എക്സ് സെറ്റിന്റെ സബ്സെറ്റ് ആവുന്നത്.
ഇനി ഈ കേസുകളിലൊന്നും ഇപ്പോ ഈ കേസുകളിൽ എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആവുന്ന സമയം തന്നെ വൈ തിരിച്ചാണോ? അല്ല. കാരണം എന്താ? വൈയുടെ വണ്ണും വൈയുടെ ടൂവും എക്സിലുണ്ട്. പക്ഷെ വൈയിലെ ത്രീയും ഫോറും എക്സിലുണ്ടോ? ഇല്ല. അപ്പൊ എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെയും കൂടി പറയാം, ഈ ഒരു കേസിൽ വൈ നോട്ട് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. ഇനി ഇവിടെ ക്ലിയർ ആയിട്ട് എക്സ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെഡും ആണ്, സെഡ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. ഒരു നമ്പേഴ്സും കോമൺ ആയി ഷെയർ ചെയ്യുന്നില്ല. ഇവിടെയാണെങ്കിലോ, ഇവിടെ അതുപോലെ തന്നെ എക്സ് ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് സെഡ് ആണ് ആൻഡ് സെഡ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. അപ്പൊ ഇതന്നെ ഇങ്ങനെ മാറി മറിഞ്ഞെല്ലാം വരാം. അതായത് ചില ഒരു എലമെന്റ് മാത്രമായിട്ട് ഉണ്ടാവാം, ചിലപ്പോൾ ഒന്നിലധികം എലമെന്റ്സ് ഉണ്ടാവും, പക്ഷെ എങ്കിൽ കൂടി എല്ലാ എലമെന്റും ഉണ്ടാവില്ല. ഒരു എലമെന്റ് അതിൽ ഇല്ലാതിരുന്നാൽ മതി, അത് സബ്സെറ്റ് ആവില്ല. അപ്പൊ എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് വൈ എന്നും വൈ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതേ റിലേഷനിൽ തന്നെ നമുക്ക് മറ്റൊരു റിലേഷൻ കൂടി പറയാൻ പറ്റും. എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആവുന്ന സമയത്ത്, അതായത് എക്സിനെ വൈ ഉൾക്കൊള്ളുന്ന സമയത്ത് വൈനെ പറയുന്ന പേരാണ് വൈ ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ്. അതായത് എക്സ് വൈയുടെ ഉള്ളിലുള്ള സമയത്ത് വി സേ ദാറ്റ് എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വൈ. എക്സ് വൈയുടെ ഉള്ളിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഈ ഒരു റെപ്രസെന്റേഷനെ പറയുന്ന പേര് പൊതുവെ വെൻ ഡയഗ്രാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഇനിയുള്ള യൂണിറ്റിൽ അല്ലെങ്കിൽ പേപ്പേഴ്സിലൊക്കെ നമ്മൾ ഇനി പഠിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കി, ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ വെൻ ഡയഗ്രം റെപ്രസെന്റേഷൻ എന്നാണ് പറയുന്നത്. രണ്ട് സെറ്റുകൾ അല്ലെങ്കിൽ അതിലധികം സെറ്റുകൾ തമ്മിലുള്ള റിലേഷനും ഓപ്പറേഷനും ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ മെത്തേഡാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ സ്മോൾ സർക്കിൾ എന്ന് പറയുന്നത് സെറ്റ് എക്സ് ആയിട്ടും വലിയ സർക്കിൾ വൈ ആയിട്ടും എടുത്തു. ഇപ്പൊ നമ്മൾ ഇത് സെറ്റ് 1 2 ആണെന്ന് കരുതുക. ഈ സെറ്റ് വൈ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 ആണെന്ന് കരുതുക. അപ്പൊ ഇവിടെ സെറ്റ് എക്സ് കണ്ടെയ്ൻഡ് ഇൻ വൈ ആണ്. അതായത് വൈ എന്ന് പറയുന്ന വലിയ സർക്കിളിന്റെ ഉള്ളിലാണ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം വൈയിലെ എല്ലാ എലമെന്റ്സും എക്സിലില്ല. അതുകൊണ്ട് എക്സ് കഴിഞ്ഞാൽ പിന്നെയും കുറെ സ്പേസ് വൈയിൽ ബാക്കിയാണ്, അല്ലെ? അപ്പോ എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വൈ, therefore x is a subset of y, and we also say that y is a superset of x. ഇനി ഈ എക്സിന്റെയും വൈയുടെയും ഒരു ഡെഫിനിഷൻ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന്, അതായത് സെറ്റ് ആവുന്ന സമയത്തുള്ള ഡെഫിനിഷൻ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞൊരു ഡെഫിനിഷൻ ആയിട്ട് തന്നെയാണ് എഴുതുന്നത്. അതായത് എക്സ് ഈസ് സെറ്റ് ടു ബി എ സബ്സെറ്റ് ഓഫ് വൈ if every element of x is an element of y. ഇതാണ് സബ്സെറ്റിന്റെ ഡെഫിനിഷൻ. ഇനി വേറെ ഈ സബ്സെറ്റിൽ തന്നെ തൊട്ടടുത്ത മറ്റൊരു സബ്സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെ മറ്റൊരു റിലേഷൻ കൂടി നമുക്കുണ്ട്. അതൊന്ന് നോക്കാം. ഇപ്പൊ ഈക്വലിറ്റി പറഞ്ഞു നമ്മള്. അത് കഴിഞ്ഞ് അടുത്തത് വരുന്നതാണ് സബ്സെറ്റ് കഴിഞ്ഞ വരുന്നത് പ്രോപ്പർ സബ്സെറ്റ്. ഇപ്പൊ നമ്മൾ എക്സ് സബ്സെറ്റ് ആണോ വൈ സബ്സെറ്റ് ആണോ എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രോപ്പർ സബ്സെറ്റും സബ്സെറ്റും നമ്മളൊരു ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ തന്ന സെറ്റ് പോലെ തന്നെ ഒരു സെറ്റ് തരാണ്, എക്സ് സെറ്റ് 1 2. ഇനി വൈ എന്ന് പറയുന്നത് ഞാൻ സെറ്റ് 1 2 തന്നെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിലും എക്സ് ഒരു സെറ്റ് 1 2 ആണ്, വൈ ഒരു സെറ്റ് 1 2 ആണ്. എക്സിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 2. 1 ബിലോങ്സ് ടു എക്സ്. 1 ബിലോങ്സ് ടു വൈ ആണോ? 1 ബിലോങ്സ് ടു വൈ. 2 ബിലോങ്സ് ടു എക്സ്. 2 ബിലോങ്സ് ടു വൈ. അപ്പോൾ എക്സും വൈ രണ്ട് ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരു കൺസിഡർ ചെയ്ത സെറ്റുകളാണ്. പക്ഷെ അതെന്താണ്? ഈക്വൽ സെറ്റ് കൂടിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ റിലേഷൻ ഈക്വൽ സെറ്റ് കൂടിയാണ്. ഇനി സബ്സെറ്റിന്റെ ഡെഫിനേഷൻ വെച്ച് നോക്കുമ്പോൾ 1 ബിലോങ്സ് ടു എക്സ്, 1 ബിലോങ്സ് ടു വൈ ആൻഡ് 2 ബിലോങ്സ് ടു എക്സ്, 2 ബിലോങ്സ് ടു വൈ ഇംപ്ലൈസ് എന്താണ്? എക്സ് സബ്സെറ്റ് ഓഫ് വൈ. അപ്പോ ഒരു സെറ്റ് അതിനോട് ഈക്വൽ ആയ സെറ്റിനോട് തന്നെ, അല്ലെങ്കിൽ ഒരു സെറ്റ് ആ സെറ്റിനോട് തന്നെ സബ്സെറ്റ് ആയിരിക്കും എന്നുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. ഇനി എക്സ് സബ്സെറ്റ് ഓഫ് വൈ എന്ന് എഴുതിയ പോലെ തന്നെ ചുമ്മാ എക്സ് എന്നുള്ള ഒരു സെറ്റ് മാത്രം കിട്ടിയാൽ നമുക്ക് എന്തെഴുതാം? എക്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് ഇറ്റ്സെൽഫ് എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. every set is a subset of itself. Every set is a subset of itself. എല്ലാ സെറ്റും അതിനോട് തന്നെ സബ്സെറ്റ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി നമ്മൾ അടുത്ത പോയിന്റ് വരാൻ പോവാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെറ്റ് എടുക്കാൻ പോവാണ്. എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 2, വൈ ഈക്വൽ ടു സെറ്റ് 1 2 3 4. ഇവിടെയും എക്സ് എന്ത് തന്നെയാണ്? വൈയുടെ സബ്സെറ്റ് തന്നെയാണ്. പക്ഷെ എക്സ് വൈയോട് ഈക്വൽ ആണോ? അല്ല. വൈയോട് ഈക്വൽ അല്ലാത്ത ഒരു സബ്സെറ്റ് ആണ്. ഇങ്ങനെയുള്ള സബ്സെറ്റിനെയാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്.
അപ്പോ നമ്മളിപ്പോ മുമ്പ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കേട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി അത് ലെസ് ദാൻ, സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്ന് പറയും അതിനെ. ഇവിടെ ഈ ഒരു സിമ്പിളും കൂടി വരുമ്പോഴാണ് ചിലപ്പോൾ ഈക്വൽ ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ ആവാം എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് അത് ഒന്നില്ലെങ്കിൽ എക്സ് വൈയോട് ഈക്വൽ ആവുന്ന കേസും വരാം, അല്ലെങ്കിൽ ഇതുപോലെ എക്സ് വൈയുടെ പൂർണ്ണ ശരിക്കുള്ള സബ്സെറ്റ് ആയിട്ടും വരാം. അപ്പൊ ഇങ്ങനെ മാത്രമാണ് വരുന്നതെങ്കിൽ, അതായത് പൂർണ്ണമായിട്ടും ഉള്ളില് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് മാത്രമാണ് ഈ ഒരിക്കലും ഈക്വൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് ഇറ്റ് ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. അപ്പൊ ശരിക്കും അങ്ങനത്തെ സമയത്ത് നമുക്ക് ഈ നൊട്ടേഷൻ ഉപയോഗിച്ചാലും മതി, ഇങ്ങനെ ഉപയോഗിക്കണമെന്നില്ല. ഇപ്പൊ നമുക്ക് 1 <4 എന്നും എഴുതാം, 1 <4 എന്നും സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. നമുക്ക് അങ്ങനെ എഴുതണം എന്നില്ല, ഇതാണ് അതിന്റെ ആക്ച്വൽ മീനിങ് എങ്കിലും നമ്മളിപ്പോ X <4 എന്ന് പറയുന്നതില് 1 2 3 എഴുതാറുണ്ട്, നമ്മള് 4 എഴുതാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് പോലെ തന്നെയാണ് ഇവിടെ എക്സ് സബ്സെറ്റ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ എക്സ് പ്രോപ്പർലി സബ്സെറ്റ് ആയിട്ടും വരാം, ഈക്വൽ ടു വൈ ആയിട്ടും വരാം. ഈ കേസിൽ പ്രോപ്പർ സബ്സെറ്റ് ആണ്, ഈ കേസിൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ആണ്. ഫസ്റ്റ് പറയുന്ന കേസിൽ എക്സ് സബ്സെറ്റ് ഓഫ് വൈ ആണ്, ആ കേസിൽ അത് ഈക്വൽ ആയിട്ടുള്ള ഒരു സബ്സെറ്റ് ആണ്. ഈ കേസിൽ സെക്കൻഡ് കേസിൽ വരുമ്പോൾ എക്സ് ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വൈ. അപ്പൊ നമുക്കൊന്നുകൂടി സ്പെസിഫിക് ആയിട്ട് അതിന് എന്ത് പറയാം, എക്സ് ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വൈ എന്ന് പറയും. ഈ ലെസ് ദാന്റെ കേസൊക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ പറഞ്ഞതാണ്. അതൊന്നും കേട്ട് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോ എക്സ് സബ്സെറ്റും എക്സ് പ്രോപ്പർ സബ്സെറ്റും നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോപ്പർ സബ്സെറ്റ് വരുന്ന സമയത്തുള്ള നൊട്ടേഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ നൊട്ടേഷൻ തന്നെ ചില ടെക്സ്റ്റുകളിൽ മാത്രം ഒരു ചെറിയ ഡിഫറൻസ് കാണാറുണ്ട്. അത് മാത്രം ഞാൻ ഇവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ചില സെറ്റുകളിൽ സബ്സെറ്റിനെ പൊതുവെ ഇങ്ങനെ മാത്രം എഴുതും. പ്രോപ്പർ ആയതിനെ എക്സ് പ്രോപ്പർ, അതായത് ഈക്വൽ അല്ല എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇവിടെ മാത്രം ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ എഴുതും. ഇത് സബ്സെറ്റും ആണ് ചില ടെക്സ്റ്റുകളിൽ മാത്രം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ച സിമ്പിൾ തന്നെയാണ്. ഇതൊന്നും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ചില ടെക്സ്റ്റുകളിൽ മാത്രം ഇങ്ങനെയാണ്. സബ്സെറ്റുകൾക്ക് ഈ നൊട്ടേഷനും പ്രോപ്പർ സബ്സെറ്റിനെ ഈക്വൽ ചെയ്തിട്ട് അതിനെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള നൊട്ടേഷൻ കൊടുക്കും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്, ഇവിടെ നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഇതാണ് സെറ്റും സബ്സെറ്റും പ്രോപ്പർ സബ്സെറ്റും. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. പ്രോപ്പർ സബ്സെറ്റ് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് തിരിച്ച് പ്രോപ്പർ സൂപ്പർ സെറ്റ് എന്നും പറയാം. ഇപ്പൊ അതുകൂടി നോട്ട് ചെയ്തോളൂ. എക്സ് സബ്സെറ്റ് ഓഫ് വൈ പറയുമ്പോൾ എക്സ് ഇസ് എ സബ്സെറ്റ് ഓഫ് വൈ പറഞ്ഞ പോലെ തന്നെ വൈ ഇസ് എ എക്സ് ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് വൈ എന്നല്ലേ നമ്മളിവിടെ പറയുന്നത്. അതുപോലെ വൈ ഇസ് എ പ്രോപ്പർ സൂപ്പർ സെറ്റ് ഓഫ് എക്സ് എന്ന് പറയാം. അപ്പൊ ഈ എക്സാമ്പിൾ എങ്ങനെയാ, ലെറ്റ് എക്സ് ഇസിക്കൽ ടു സെറ്റ് ഓഫ് ഓൾ ഈവൻ ഡിജിറ്റ്. എക്സ് എന്ന് പറയുന്നത് 0 to 4 6 8 എന്നുള്ള ഈവൻ ഡിജിറ്റിന്റെ സെറ്റ് ആയിട്ടും വൈ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഡെസിമൽ ഡിജിറ്റ്, അതായത് 0 1 2 3 4 6 7 8 9 എന്നുള്ള നമ്പേഴ്സ് വരെയുള്ള സെറ്റ് ആയിട്ട് എടുക്കും. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം 0 ഇവിടെ ഉണ്ട്, 2 ഉണ്ട്, 4 6 8 ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ് ഇസ് സബ്സെറ്റ് ഓഫ് വൈ ആണ്. ഇനി തിരിച്ച് നമുക്ക് പറയാൻ പറ്റുമോ വൈ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇങ്ങനെ തിരിച്ചല്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് അതിലില്ലാത്ത ഒരൊറ്റ എലമെന്റ് കണ്ടുപിടിച്ചാൽ മതി. കോൺട്രഡിക്റ്റിംഗ് എക്സാമ്പിൾ എന്നൊക്കെ പറയാറുണ്ട്. അതായത് സബ്സെറ്റ് അല്ല എന്ന് പറയാൻ വേണ്ടി ഇപ്പൊ എക്സ്, ഇപ്പൊ ഇവിടെ വൈ നോട്ട് എ സബ്സെറ്റ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ എക്സിലില്ലാത്ത ഒരു എലമെന്റ് വൈ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒരു സിംഗിൾ എലമെന്റ് ഉണ്ട് കണ്ടുപിടിച്ചാൽ മതി. അതിപ്പോ ഇവിടെ 1 ആണ്. എന്താണ്, 1 വൈയിലുണ്ട്, പക്ഷെ 1 എക്സിലില്ല. അപ്പൊ ഇതാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള സെറ്റിന്റെ 3 റിലേഷൻസ് ആണ് പ്രധാനമായും പഠിച്ചിട്ടുള്ളത്. ഈക്വൽ സെറ്റ്സ്, അതുപോലെ സബ്സെറ്റ് പ്രോപ്പർ സെറ്റ്. ഇനി സബ്സെറ്റ് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ സബ്സെറ്റിന്റെ കൂടെ സൂപ്പർ സെറ്റ്, പ്രോപ്പർ സൂപ്പർ സെറ്റ്. അപ്പൊ ഇത്രയും റിലേഷൻസ് പഠിച്ചു.